എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല, ഞാൻ ഉള്ള കാര്യം പറയാലോ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനത്തെ ആളല്ല. കുടി ചാടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സംഭവത്തിൽ അവർക്ക് മെസ്സേജ്. എന്തായാലും കുറച്ച് ദിവസമായി നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളും വിഷയങ്ങളും ഒക്കെ നടക്കുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മളെ രാഹുൽ ഈശ്വർ വരെ പറഞ്ഞു, അവരുടെ സുഹൃത്താണ്, ഈ പറയുന്ന പോലെ ആൾ ഇറങ്ങിപ്പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉത്തരം പറയണം എന്നൊക്കെ സംഭവം പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം ഒന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ വേറൊന്നുമില്ല, ഈ രാഷ്ട്രീയം ഇത്ര കാലം നടന്നത്, ഞാൻ പിന്നെ ഇത്ര ദിവസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വേദന ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെ പറ്റി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറയുമ്പോൾ കാരണം പണ്ട് കാലത്തുള്ള കോൺഗ്രസ് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷന് പുതിയ ആൾക്കാർ ഇപ്പോൾ നമ്മളെ MLA, നമ്മളെ പാലക്കാട്ടത്തെ MLA, എൻ്റെ സ്വന്തം നാടാണ് പാലക്കാട്. അപ്പോൾ എനിക്ക് വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മളെ സ്വന്തം MLA ഇങ്ങനത്തെ ഒരു സംഭവം, രാജ്യം നമ്മളെ നാടിനെ മൊത്തം നോക്കുന്ന ആൾക്കാർ ഇങ്ങനൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ പൊള്ളില്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. നമുക്ക് ഓരോരുത്തർക്കും വേദന ഉണ്ടാവില്ലേ? പക്ഷേ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല നോക്കുന്നത്, നമ്മളെ ലോകത്തിന് മൊത്തം, പാലക്കാടിന് മൊത്തം നോക്കേണ്ട ആളാണ് അയാൾ, അല്ലേ? അപ്പോൾ വേദന ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. കാരണം അത്രമാത്രം നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് വോട്ട്, കാരണം അയാൾക്ക് അത്രമാത്രം വോട്ട് കിട്ടിയ ഒരു സ്ഥലമാണത്. പക്ഷേ വല്ലാത്തൊരു വിഷമമായി പോയി. പക്ഷേ ഞാൻ പറയണേക്കാളും നല്ലത് ഈ ചേച്ചി പറയണ കേൾക്ക്. എങ്ങുണ്ടാവും ഒന്ന് കേൾക്ക്. പെണ്ണുങ്ങളെ കാര്യങ്ങൾ പെണ്ണുങ്ങൾ തന്നെ പറയണമെങ്കിൽ അതാ നല്ലത്. ഒന്ന് കേട്ടു. പാലക്കാട്ടുകാരുടെ MLA, കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ആ പൊസിഷനിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. റീസൺ ഒരു പെണ്ണാണ് കേട്ടോ. അതായത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദോ ആൾ നമ്മളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരനാണ് എന്നിരുന്നാൽ പോലും, കാരണം ഞാൻ BJP വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പെണ്ണ് വന്ന് ചിരിച്ചിങ്ങനെ ഒരു ഹരാസ്മെന്റ് കേസ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഓൾസോ ഞാനൊരു സ്പേസ് കൊടുക്കാതെ എനിക്കൊരാളും മെസ്സേജ് അയക്കത്തില്ല. എല്ലാവരിലും ഒരു കോഴി സ്വഭാവം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഞാൻ സ്പേസ് കൊടുക്കാതെ എനിക്ക് മെസ്സേജ് അയക്കത്തില്ല. അതുപോലെ ഒരാണ് സ്പേസ് തരാതെ ഞാൻ ചെന്ന് മെസ്സേജ് അയക്കത്തില്ല. അത് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇത്രയും എന്താ പറയാ മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്ന് പറയുന്നത്, അതും ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മെൻ, ഒരു കാര്യം ഞാൻ പറയാം, എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഉള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ അങ്ങനെയാണ്. ഐ സീൻ ലോട്ട് ഓഫ് ലേഡീസ്, ഓക്കെ, ഭർത്താവ് വേണ്ട, കുട്ടികൾ വേണ്ട, ദേ ലവ് ടു ചിൽ ഔട്ട് വിത്ത് അതേഴ്സ് ഹസ്ബൻഡ്സ്, അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉള്ള കാലത്ത് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരു ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ടാണ് ആ പെണ്ണെന്ന് വന്നിട്ടുള്ളത്. ഒരു ഫോൺ കോൾ ഇത്രയും മതി നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനായിട്ട്. സോ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കും. അത് നിങ്ങൾ എത്ര വലിയ കൊലകൊമ്പനായിക്കോട്ടെ, അത് അത്രയേ ഉള്ളൂ. കാരണം കള്ള് കേസോ കഞ്ചാവ് കേസോ മോഷണ കേസോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പെണ്ണ് കേസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. നാറ്റക്കേസ് എന്ന് പറയില്ലേ, സംഭവം അത് തന്നെയാണ്. സോ മെൻ ബി കെയർഫുൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതേപോലെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമുണ്ട്. ആണുങ്ങളും ശരി പെണ്ണുങ്ങളും ശരി, അല്ലേ? പറഞ്ഞില്ലേ? ഈ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ മാതിരി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല, ഞാൻ ഉള്ള കാര്യം പറയാലോ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനത്തെ ആളല്ല. കുടി ചാടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സംഭവത്തിൽ അവർക്ക് മെസ്സേജ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലേ? ചെയ്യാൻ പറ്റിയാലോ? മെസ്സേജ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു, എല്ലാം ചെയ്യാൻ പറ്റിയായിരുന്നു. അവർ ഈ ഇത്ര കാലം അടുപ്പം ഉണ്ടായിട്ട് ലാസ്റ്റ് അവസാന ഘട്ടങ്ങളിൽ അവർ പിണങ്ങിയ കൊണ്ടല്ല ഈ സംഭവം ഇത്ര കാലം പ്രേരിപ്പിച്ചു പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് വന്നിട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് ഇതേമാതിരി മറ്റേ റൂം എടുത്തിട്ട് ഇതാക്കിയോ? പറയുമ്പോൾ ഒക്കെ ഒരിക്കലും മാനക്കെടുണ്ട്, അറിയോ? ഇക്കുണ്ട് ഇതേമാതിരി അമ്മയും മങ്ങന്മാരൊക്കെ, മനസ്സിലായ? കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഉളുപ്പാണ്. പക്ഷേ ഇതേപോലെ വേടം ചെയ്ത സംഭവമാണ് കറക്റ്റ്. വേടം നേരെ ഒളിവ് നിന്നിട്ട് അവൻ എന്താ ചെയ്ത്, ആ പെണ്ണിന് ഇതേമാതിരി കേസ് കൊടുത്ത് നീ എന്താ ചെയ്ത്, എന്താ സംഭവം ഉണ്ടായത്? അവനൊരു പ്രശ്നമല്ല. കാരണം ഈ പെണ്ണ് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എറണാകുളം മാത്രമല്ല, പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെയും അവിടെയും ഇവിടെ ഒക്കെ പോയി കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എൻ്റെ നാട് തന്നെ പാലപ്പുഴ ഡാമിൻ്റെ ആ കവല ആ ഏരിയയിലൊക്കെ വന്നിട്ട് ഈ നിരവധി കോണ്ടംസ്, പിന്നെ ഒന്നുമില്ല,
നമ്മളെ കോട്ട മൈതാനം പീരങ്കി വെക്കുന്നിടത്ത കോണ്ടംസ് ഇല്ലെങ്കിൽ നിൻ്റെ പേരാണ് മാറ്റിത്തരാം. അറിയോ? പീരങ്കി വെക്കുന്ന അവിടെയൊക്കെ നോക്കിയാൽ മതി കോട്ട മൈതാനം. എന്ത് വാദം ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അത് നോക്കിയാൽ മതി. കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കുന്ന ഞാൻ സ്ട്രെയിറ്റായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നൊക്കെ വേണം കോവളം ബീച്ചൊക്കെ പറയാൻ. കോവളം ബീച്ച്, എറണാകുളം, ഫോർട്ട് കൊച്ചി ഇവയൊക്കെ പറയാൻ. നമ്മളെ നാടനെ നന്നായിക്കോട്ടെ. ശരി എന്നാൽ ഓക്കെ ബൈ. എന്താ നിങ്ങൾ തകർക്ക്? നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. നോക്കാം നമുക്ക്.